നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞു, തിരിച്ചെത്തി. അപ്പോൾ അറിയാലോ, നാട്ടിലെ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തെ നമ്മുടെ ഓരോ പ്രവാസികളുടെ മാനസികാവസ്ഥ. അപ്പം അതിൽ നിന്ന് പതുക്കെ തിരിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ദിവസം പിടിച്ചത് വീഡിയോയുടെ. അതുപോലെ തന്നെ പിള്ളേർക്ക് നാളെ തൊട്ട് ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ എന്നോട് അന്വേഷിക്കുന്നില്ല, അവിടെ പോയി ചേച്ചി എന്ന് പറയുന്ന കാരണം ജസ്റ്റ് ഇടയ്ക്ക് കൂടെ ഓടി വന്നൊരു വീഡിയോ അന്നിച്ച് വന്നതാണ്. വീഡിയോ നാട്ടിൽ നിന്ന് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ട് വന്നതാണ്. ഇൻട്രോ മാത്രമാണ് ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചമ്മന്തിപ്പൊടി. ഇപ്പൊ ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ഓർമ്മകൾ വരുന്ന ഒരു റെസിപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കോളേജിൽ പഠിക്കുമ്പോൾ, ഞാൻ ഹോസ്റ്റലിലായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഹോസ്റ്റലിൽ നമ്മളത് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് പേര് ഐറ്റംസ് ഓരോന്ന് കൊണ്ടുവരില്ലേ. അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് സാധാരണ കൊണ്ടുപോകാറുള്ള ഐറ്റം ആയിരുന്നു നമ്മുടെ പഴം വെച്ചിട്ടുള്ള മോരുകറി, അതായത് പഴം വെച്ചിട്ടുള്ള പുളിശ്ശേരി, അതുപോലെ തന്നെ അമ്മാമ്മ സ്പെഷ്യല് ചെമ്മീൻ റോസ്റ്റ് ഒക്കെ. പക്ഷെ അത് ചെന്ന ഉടനെ തന്നെ അത് കാലിയാവും. കാരണം അത് ഒരുപാട് ദിവസം എടുത്ത് വെക്കാൻ പറ്റുന്ന സംഭവമല്ലല്ലോ. പ്രത്യേകിച്ച് അവിടെ ഹോസ്റ്റലിൽ ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം എൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു മഹാലക്ഷ്മി. അവളുടെ അമ്മ തന്നിട്ടുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ചമ്മന്തിപ്പൊടി ആയിരുന്നു. അതുപോലെ തന്നെ അധികം പെട്ടെന്ന് കേടാവാത്ത ഉണ്ണിയപ്പം. അപ്പോൾ ചമ്മന്തിപ്പൊടി കുറേ നാളുണ്ടാവും. അപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റലില് ഒരു വലിയ പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾ 8 പേരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചമ്മന്തിപ്പൊടിയും കൂട്ടി കുഴച്ച് കഴിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും ഹോസ്റ്റലേഴ്സിന് അല്ലേ മനസ്സിൽ ഒരു ഓർമ്മ വരും എന്തായാലും ഈ റെസിപ്പി കാണുമ്പോൾ. അപ്പോൾ ചമ്മന്തിപ്പൊടി നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. അതായത് ഉഴുന്ന് ചേർത്തിട്ട് ഉണ്ടാക്കാം, ഉഴുന്ന് ചേർക്കാണ്ട് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഉഴുന്ന് ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ഞാൻ പറഞ്ഞ പോലെ ഹോസ്റ്റലിലേക്ക് കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ ഉഴുന്ന് കുറച്ച് ചേർത്തിട്ട് ഉണ്ടാക്കണം. അല്ലാതെ അത് ഒരുപാട് നാൾ ഇരിക്കില്ല. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ഉഴുന്ന് ചേർത്ത് ഉണ്ടാക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ടുള്ള ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ നാടൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ഒരു 2.5 ഗ്ലാസ് തേങ്ങ, അതായത് ഒരു വലിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അളവ് പറഞ്ഞതാണ് 2.5 ഗ്ലാസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തേങ്ങ വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു അളവിൽ കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത് ഞാൻ നല്ല വിളഞ്ഞ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വിളഞ്ഞ തേങ്ങയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 20 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ അരയ്ക്കുന്ന സമയത്ത്, പൊടിക്കുന്ന സമയത്ത് 20 എണ്ണം ആദ്യം ഇടണ്ട, ഒരു 15 എണ്ണം ഇട്ട് പൊടിച്ച് നോക്കാം. അതിനുശേഷം എരിവ് കുറവാണെങ്കിൽ മാത്രം ഞാൻ 5 എണ്ണം എക്സ്ട്രാ ചേർക്കുള്ളൂ. പക്ഷേ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് മാത്രം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ചെറിയുള്ളി നിർബന്ധമൊന്നുമില്ല. ചിലവർ ചെറിയുള്ളി ഇടില്ല. കാരണം ചമ്മന്തിപ്പൊടി ഇപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത, അതായത് ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു വിടുമ്പോൾ ചെറിയുള്ളി ഇടണ്ട, അതുപോലെ തന്നെ ഇഞ്ചി ഇടണ്ട. കാരണം പെട്ടെന്ന് കേടാവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതേസമയം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടാവില്ല. പക്ഷേ ചെറിയുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ചമ്മന്തിപ്പൊടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം തീരുമാനിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ദുബായിലേക്ക് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് ചമ്മന്തിപ്പൊടി. അതുകൊണ്ട് ഞാനിപ്പോൾ 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ നേരിയ കഷ്ണം ഇഞ്ചി. പിന്നെ അവസാനം ചേർക്കേണ്ടതാണ് പുളി, കോൽപ്പുളി, അതായത് സാമ്പാർ പുളി. പിന്നെ നമുക്ക് കുറച്ച് അധികം തന്നെ എന്ത് വേണം, കറിവേപ്പില വേണം. അപ്പോൾ നല്ല കറിവേപ്പില, ഇതൊക്കെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വറ്റൽമുളക് ഞെട്ടിയോടുകൂടി നന്നായി വാഷ് ചെയ്ത് ഉണക്കി ഞെട്ടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോഴും പറയാറുണ്ട് ഞെട്ടിയോടുകൂടി വറക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷെ ഞെട്ടി ചേച്ചി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുരുവൊന്നും പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. 1.5 ടീസ്പൂൺ കുരുമുളക് നമുക്കിതിലേക്ക് വേണം. അപ്പോൾ ഇതും ഞാൻ നന്നായി വാഷ് ചെയ്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന കുരുമുളകാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലി, ഹോളായിട്ടുള്ള സീഡാണിത്. അപ്പോൾ മല്ലിയുടെ സീഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി യൂസ് ചെയ്യാം. ഈ മല്ലിയും ഞാൻ ഇതേപോലെ തന്നെ നന്നായി വാഷ് ചെയ്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന മല്ലിയാണ്. കാരണം മല്ലിയിലൊക്കെ നിറയെ അഴുക്കുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തൊന്ന് മാത്രം. വാഷ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വറ്റൽമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടി ഉപയോഗിക്കാം. പക്ഷേ വറ്റൽമുളക് മൊത്തത്തിലും അതുപോലെ തന്നെ മല്ലിയുടെ മൊത്തം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് പൊടി ഉപയോഗിക്കാം, അത്രമാത്രം.
അപ്പോൾ മുളകിൻ്റെ പൊടിയുടെ അളവ് എനിക്ക് അത്ര കറക്റ്റ് അറിയില്ല. ഞാനിങ്ങനെ ഹോളായിട്ടാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അല്പം ഉലുവയുടെ മൊത്തത്തിൽ ഉലുവ അല്ലെങ്കിൽ ഉലുവയുടെ പൊടി, അതുപോലെ തന്നെ കായം, പിന്നെ ഉപ്പ്. ഇത്രയാണ് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദൂരേക്ക് കൊണ്ടുപോകേണ്ട ചമ്മന്തിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോകേണ്ട ചമ്മന്തിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു 2-3 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ വറുത്ത് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് കേടാവാതെ ഇരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഉഴുന്ന് ചേർക്കാത്ത ചമ്മന്തിപ്പൊടിയാണ് എനിക്കൊക്കെ ഇഷ്ടം. തേങ്ങ വറുത്ത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ആ തേങ്ങയുടെ എണ്ണയൊക്കെ ഈ ഉഴുന്ന് വലിച്ചെടുക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉഴുന്ന് ചേർക്കാൻ പറയുന്നത്. സാധാരണ രീതിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ ഒന്ന് ഒരു ഹാഫായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലുള്ള ഐറ്റംസ് മുഴുവൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. പക്ഷേ ബിഗിനേഴ്സിന്, അതായത് കുക്കിംഗ് അധികം അറിയാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ തനിയെ ഫ്രൈ ചെയ്തെടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ കൺഫ്യൂഷൻ ആവും, ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ ഒന്ന് ഒരു ഹാഫ് ഡണ്ണായതിനു ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് തണുപ്പിച്ചിട്ട് അങ്ങ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഞാൻ വറ്റൽമുളക് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കും. വെളിച്ചെണ്ണ ഒന്ന് എക്സ്ട്രാ ഒഴിക്കാണ്ടാണ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കാരണം ഇത് കൂടുതൽ നാളിരിക്കേണ്ട ഒരു സംഭവമായതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കുക. അപ്പോൾ കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് 20 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 20 വറ്റൽമുളക് നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കണമെന്ന് മാത്രം. ആദ്യം തന്നെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ചിലപ്പോൾ എരിവ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എരിവ് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ വീണ്ടും തേങ്ങ ഫ്രൈ ചെയ്ത് ചേർക്കേണ്ടി വരും. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുകയോ, ഒരു സൈഡിൽ കരിഞ്ഞു പോകും, മറ്റേ സൈഡിലൊന്നും ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡ് നല്ല വീർത്ത് വരും, അതുപോലെ തന്നെ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ വറ്റൽമുളക് ഫ്രൈ ആയി എന്നാണ് അതിൻ്റെ മീനിങ്. കാക്കയപ്പോൾ ഇത് കാക്ക ഭയങ്കര ബഹളമാണ്. മാത്രമല്ല നല്ല റോസ്റ്റ് ആയിട്ടുള്ള സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ ചുമ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിയുടെ കുരുവാണ്. മല്ലി ചിലർ ഉപയോഗിക്കാറില്ല, ഞാൻ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു നുള്ളു മാത്രം ഉലുവ മൊത്തത്തിൽ ഉലുവ അല്ലെങ്കിൽ ഒരു പിഞ്ച് ഉലുവയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ഇടാൻ പാടില്ല. നമ്മുടെ നാളികേരം റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് ആ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഇത് മൊത്തത്തിൽ നമ്മൾ ഈ ഹോളായിട്ടുള്ള സീഡ്സ് ഇടുമ്പോഴാണ് ആദ്യമേ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് വെക്കേണ്ടത്. നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള കൊറ്റെന്ന് പറയില്ലേ, ബാക്കി വന്ന് ആ നാളികേരത്തിൻ്റെ കൊറ്റൻ നല്ലതാണ്. അപ്പോൾ അത് കളയണ്ട. എന്നിട്ട് അതിലോട്ട് ഇതെല്ലാം കൂടി അങ്ങ് ഫ്രൈ ചെയ്തിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് വേപ്പിലയാണ്. ഒരു 5-6 തണ്ട് വേപ്പില ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. വേപ്പില ഇടുന്നതോറും നല്ലതാണ്. പിന്നെ വേപ്പിലയുടെ സ്മെല്ല് അധികം ഇഷ്ടമില്ലാത്തവർ കുറച്ചിട്ടാൽ മതി. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുക്കിംഗ് അറിയുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഇരട്ടിപ്പണിയാണല്ലോ എന്ന്. ശരിയാണ്, ഇരട്ടിപ്പണിയാണ്. പക്ഷേ ഈ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികൾക്കുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭയങ്കര കോൺഫിഡൻസ് കൂടും. കാരണം ഞാൻ ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അമളികൾ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഇതേപോലെ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന നേരത്ത് ഒക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ പാകമൊന്നും അറിയില്ലായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറിവേപ്പില നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഹീറോയിനെയാണ്, അതായത് തേങ്ങ 2.5 കപ്പ് തേങ്ങ. ഇതൊരു വലിയ നാളികേരമാണ്, അതുകൊണ്ടാണ് ഇത്ര തേങ്ങ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചെറിയ എമൗണ്ടിൽ ചെയ്ത് നോക്കുള്ളൂ. ഒരു 1/2 നാളികേരമൊക്കെ വെച്ച് ചെയ്ത് നോക്കൂ. അതായത് 1.25 ഗ്ലാസ് തേങ്ങയൊക്കെ ഇട്ട് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കൂടുതൽ എമൗണ്ട് ചെയ്യാമല്ലോ. അതല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ 2 തേങ്ങയൊക്കെ ചെയ്യുകയാണെങ്കിൽ പുറത്തേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ ഉണ്ടാവും. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്ന വരെ ഇതങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം. 3/4 ഭാഗം റെഡിയാവുന്ന സമയത്താണ് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ ലാസ്റ്റ് മിനിറ്റ് ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഓരോ ഏരിയയിലേക്ക് പോകും തോറും ഓരോ ഇൻഗ്രീഡിയൻസിന് മാറ്റം വരും, ടേസ്റ്റിലും മാറ്റം വരുമല്ലോ. നമ്മുടെ തേങ്ങ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹോസ്റ്റലിലൊക്കെ പോകുന്ന പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ അത് ഇടണ്ട കേട്ടോ.
ചെറിയ പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും. എണ്ണ ചേർക്കാത്ത കാരണം തേങ്ങ ഫ്രൈ ആവാൻ ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ കടായിലോട്ട് ഇട്ടു. കാരണം ഈ ഇത്രയും വലിയ കടായി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ടോളൂ കേട്ടോ, ആദ്യമേ തന്നെ അതിലിട്ടോളൂ. അപ്പോൾ വേഗം കാര്യം നടക്കും. ചെറിയ പാത്രം ആകുമ്പോഴുണ്ടല്ലോ ഈ തേങ്ങ എല്ലാ ഭാഗത്തേക്ക് താഴേക്ക് എത്തണ്ടേ, അപ്പോഴല്ലേ അത് നന്നായി ഗോൾഡൻ കളർ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി എപ്പോഴും വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം ഇഞ്ചിക്ക് നല്ല ഒരു കുത്തുന്ന ഫ്ലേവർ വരും. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം എടുത്ത് കളഞ്ഞു, കാരണം എനിക്ക് ഓവറായിട്ട് തോന്നി. ഞാൻ ചെറിയ കഷ്ണം ഇട്ടുണ്ടായിരുന്നുള്ളൂ, എങ്കിൽ പോലും എനിക്ക് കൂടുതൽ പോലെ തോന്നി കുത്ത്. അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്തതിൻ്റെ പകുതി ചേർത്താൽ മതിയാവും കേട്ടോ. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്ന കാരണം നല്ല പാത്രത്തിൽ എടുത്തുന്നുള്ളൂ. അല്ലാന്ന് ഇരുമ്പ് ചട്ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഭാഗത്ത് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതേപോലെ തേങ്ങ വറുക്കുമ്പോൾ പഴയ പാത്രം ഉപയോഗിക്കണമെങ്കിൽ പാത്രം കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. വറുത്ത റവ വാങ്ങിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റവ വറക്കില്ലേ, റവ വറുക്കുമ്പോഴൊക്കെ നമ്മുടെ പാത്രം കേടാവും, പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യും. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയി ഇളക്കാൻ മറക്കരുത് ഈ സമയത്ത് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ താഴത്തെ ഭാഗം കംപ്ലീറ്റ് അങ്ങ് കരിഞ്ഞു പോകെ. ഫൈനൽ സ്റ്റേജ് ആയി. ഞാനത് ഓഫ് ചെയ്യാൻ പോണതിന് മുമ്പായിട്ട് നമുക്ക് അതിലോട്ട് അല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി എന്ന് പറയുമ്പോൾ 2 നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കായത്തിൻ്റെ പൊടി നമ്മൾ ചേർക്കുന്നത്. 2 നുള്ളി കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. നമ്മൾ ഉലുവ മൊത്തത്തിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അഥവാ മൊത്തത്തിലുള്ള ഉലുവ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്തും ഉലുവയുടെ പൗഡറും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൗഡറും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പൊടികളാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ മുളക് പൊടിയാണെങ്കിലും അതുപോലെ തന്നെ മല്ലിപ്പൊടി ആണെങ്കിലും ഈ സ്റ്റേജിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി നമ്മൾ ഒരിക്കലും മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഉരലിലിട്ടിട്ടാണ് പിടിച്ചെടുത്തുകൊണ്ടിരുന്നത്. ഉരലും ഇല്ല, ഉലക്കയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ തന്നെ പൊടിക്കേണ്ടി വരും. നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 5 മുളക് ഞാൻ മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ബാക്കി നമുക്ക് 2-3 ബാച്ചായിട്ട് മിക്സിയുടെ ബൗളിലിട്ടതിന് ശേഷം പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് ഫൈനായിട്ടുള്ള പൊടിയാവാൻ പാടില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, പിടിക്കുമ്പോൾ ഒരു തരിതരിപ്പ് വേണം. ആ രീതിയിൽ വേണം നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ആദ്യത്തെ ബാച്ചിൽ ഒരു അല്പം പുളി ചേർക്കുക. അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പുളി ചേർത്ത് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ പുളി ഇടാൻ പാടില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്ന പുളിയുടെ എമൗണ്ട് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പുളിയുടെ അളവ്. അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ പുളി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മാത്രമല്ല, പുളി ഒരുമിച്ച് ഇടുമ്പോൾ ഒരു കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ചെറിയ ചെറിയ പീസായിട്ട് പുളി ഇട്ട് കൊടുത്താൽ മതി ഓരോ ബാച്ചിലും പൊടിക്കുന്ന സമയത്ത്. പുളിയുടെ ഉള്ളിലുള്ള കുരു ഉണ്ടെങ്കിൽ കുരു റിമൂവ് ചെയ്ത് കളയണം. അതുപോലെ തന്നെ നാരുണ്ടെങ്കിൽ നാരൊക്കെ റിമൂവ് ചെയ്ത് കളയണം. ഞാനിപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ പീസസ് ആയിട്ടാണ് ഞാനിപ്പോൾ ഓരോ ബാച്ചിലിട്ടിട്ട് അങ്ങ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തം എനിക്ക് എത്ര പുളി വേണ്ടി വന്നു എന്ന് ഞാൻ അവസാനം പറയാം. ഈ പ്രദേശം മുഴുവനും ചമ്മന്തിപ്പൊടിയുടെ വാസനയിൽ മയങ്ങിയിരിക്കുകയെന്ന് തോന്നുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം കേട്ടോ. നമ്മുടെ മിക്സിയിലേക്ക് ആദ്യം തന്നെ വറ്റൽമുളക് ഇട്ടിട്ട് പൊടിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വറ്റൽമുളക് വേഗം പൊടിച്ച് കിട്ടണമെങ്കിൽ അങ്ങനെയായിരിക്കും. ഇത് കണ്ട തരിതരിതനായിരിക്കണം നമ്മുടെ ചമ്മന്തിപ്പൊടി, അല്ലാണ്ട് ഫൈൻ പൗഡർ ആവാൻ പാടില്ല. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഞാൻ പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ് കേട്ടോ. ഇത് അവസാനത്തെ ബാച്ചാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കല്ലുപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പൊടിയുപ്പ് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കട്ടെ. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ പുളി നോക്കണം. പുളി നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന പുളിയുടെ പകുതി ഭാഗം മാത്രമാണ്. 5 മുളക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 മുളക് മാത്രമാണ് ഞാൻ ഇതിലേക്ക് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള 5 മുളകും പൊടിച്ചു കൊടുത്താൽ മതിയോ. ഞാൻ ജസ്റ്റ് കൈ കഴുകിയിട്ടൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഉപ്പ് എനിക്ക് കുറച്ച് കുറവാണ് തോന്നി. ഉപ്പ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി ഇത് മതി കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച പുളിയിൽ ബാക്കി ഇത്ര ഭാഗം ബാക്കിയുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ എടുത്തിട്ടില്ല. അതിനേക്കാളും കുറച്ച് കുറവ് പുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് അത് ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് വേണം പുളിയുടെ അളവ് തീരുമാനിക്കാൻ. അതുപോലെ തന്നെ എരിവ് കറക്റ്റ് ആയിട്ടുണ്ട്. 15 മുളക് മതി, 20 മുളക് വേണ്ട. അപ്പോൾ 5 മുളക് ഞാൻ മാറ്റി വെച്ച് നന്നായി. ഇത് മതി കേട്ടോ. എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടമ്പായിക്ക് കൊടുത്തു. കുട്ടമ്പായിക്ക് ഇഷ്ടമായിട്ടുണ്ട് അല്ലേ കുട്ടമ്പായി? ചെമ്മീൻ ചമ്മന്തിയുടെ ടേസ്റ്റ് ഒന്ന് എനിക്ക് വയ്യ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം സിപ്ലോ കവറിൽ ഇട്ടതിന് ശേഷം ദുബായിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഹിന്ദി എഴുതി, ഇംഗ്ലീഷ് എഴുതി, മലയാളം എഴുതി,
ഒന്ന് 1 2 3 4 ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് മോളിന്ന് എഴുതും. 1 3 4 5 6 7 8 9 10. ഹിന്ദിയിൽ എന്താ പറയുമ്പോ കറുപ്പ് കളറിന്? ബ്ലാക്ക് ഇംഗ്ലീഷ് അല്ല, മറന്നു കാലാന്ന് എഴുതി നോക്കിയ മലയാളത്തില് ഹിന്ദിയില് കാല. വെരി ഗുഡ്. മറന്നിട്ടില്ല അമ്മ? അപ്പൊ കാല. വെരി ഗുഡ്.